1989 ഞാൻ DM ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം കോഴിക്കോട്ടേക്ക് തിരിച്ചു വന്നു. അന്ന് വളരെ കുറച്ച് ആൾക്കാരെ DM ഡിഗ്രി എടുത്തിട്ടുള്ള ന്യൂറോളജി അല്ല, മൊത്തം DM ഡിഗ്രി വളരെ കുറച്ച് ആൾക്കാരാണ് ആ ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നേരെ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഒരു കൺസൾട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ കാലിക്കറ്റിലെ PVS നാഷണൽ ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലുകളിലാണ് എൻ്റെ പ്രാക്ടീസ് ഞാൻ ആരംഭിക്കുന്നത്. ആ കാലത്തെ പ്രാക്ടീസും ഇപ്പോഴത്തെ പ്രാക്ടീസും കൂടെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ കാലത്ത് ഇൻവെസ്റ്റിഗേഷനുകൾ വളരെ കുറവായിരുന്നു. ഈ CT സ്കാനൊക്കെ എൻ്റെ ശൈശവ ദശയിലായിരുന്നു. MRI സ്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഇൻവെസ്റ്റിഗേഷനുകളെന്ന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വലിയ മോശമില്ല. കാരണം വെച്ചാൽ അവിടെ EEG, മറ്റേ നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ് തുടങ്ങിയ ടെസ്റ്റിങ്ങൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങുകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറിയും വന്നിട്ടില്ല. അതിനുള്ള മുഖ്യമായിട്ടുള്ള കാരണം അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ലിബറലൈസേഷനിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PV നരസിംഹറാവുവിൻ്റെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അതിന് തുടക്കം വെച്ചെങ്കിലും PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ തുടക്കത്തിൽ അപ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടും അനുഭവമുണ്ട്. ഉദാഹരണം, ക്ലിനിക്കലി അത് ഞങ്ങൾ തന്നെ പരിശോധിച്ച് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഡയഗ്നോസ് ചെയ്യുക, അത് പഠിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഒരു 4-5 കൊല്ലം കഴിഞ്ഞോട് കൂടിയിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ യന്ത്രങ്ങൾ വന്നു തുടങ്ങിയോട്, പ്രത്യേകിച്ച് MRI സ്കാൻ, അത് ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്കാനിങ്ങാണ്. കാരണം നട്ടെല്ലും സ്പൈനൽ കോഡും അതേമാതിരി തന്നെ തലച്ചോറും എല്ലാം കാണുന്ന ഇത് വന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രാക്ടീസ് ആരംഭിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മലബാറിൽ തന്നെ അന്ന് 5-6 ന്യൂറോളജിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. വന്ന ദിവസം തൊട്ടിട്ട് തന്നെ പ്രാക്ടീസ് വളരെ ഉഷാറായിട്ട് തുടങ്ങിയ പ്രാക്ടീസാണ്. ഒരു ദിവസം ചിലപ്പോൾ 50 തൊട്ട് 100 വരെ പേഷ്യൻസിന് ഞാൻ കണ്ടിരുന്നു. അതേമാതിരി തന്നെ ഇൻപേഷ്യൻ്റായിട്ട് 10-30-40 പേഷ്യൻസിന് ഞാൻ കണ്ടിരുന്നു. വളരെ സങ്കീർണമായിട്ടുള്ള കേസസൊക്കെ കൈകാര്യം ചെയ്തിരുന്നൊരു കാലഘട്ടമാണ്. അതിലെ ചില അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയിട്ട് കേട്ട് കാണാം, ദ തിയറി ഓഫ് എവറിത്തിങ് എന്ന സിനിമ പോകുന്ന അദ്ദേഹത്തെ പറ്റിയിട്ട്. ആ സ്റ്റീഫൻ ഹോക്കിങ്സിന് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗമാണ്. അതനുസരിച്ച് അദ്ദേഹത്തിന് ഞരമ്പുകൾ ക്ഷയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ക്ഷയിച്ച് അദ്ദേഹത്തിന് വിഴുങ്ങാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള അദ്ദേഹം വെൻറ്റിലേറ്ററിലാണ്. ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് പറയുന്ന രോഗം വളരെ സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കേസ് മോട്ടോർ ന്യൂറോൺ ഡിസീസിൻ്റെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ദുഃഖകരമായ ഒരു അനുഭവം ആ കേസിനെ പറ്റി പറഞ്ഞുതരാം. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ പരിശോധിച്ചതിന് ശേഷം ഞാൻ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം കണ്ടുപിടിച്ചതിന് ശേഷം എന്തുണ്ടാവുന്നു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ വരുമ്പോൾ അയാൾ വിഴുങ്ങിയത് ലങ്സിലോട്ട് പോയിട്ട് ന്യൂമോണിയ ബാധിച്ചതായിട്ട് കാണുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് വെച്ചാൽ പതുക്കെ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശങ്ങളെ ബാധിച്ചതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ ഇടേണ്ടതായിട്ട് വന്നു. അപ്പോൾ വെൻറ്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം ശ്വാസം എടുക്കാൻ പ്രയാസമുണ്ട് അദ്ദേഹത്തിന്, ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് കാരണം. അങ്ങനെ ശ്വാസം തടസ്സം അനേകം ദിവസങ്ങൾ അദ്ദേഹം ഈ വെൻറ്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റിലേറ്റീവ്സ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വെൻറ്റിലേറ്ററിൻ്റെ ബില്ല് താങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല ഈ ബില്ല് താങ്ങാനായിട്ട്, അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ, വെൻറ്റിലേറ്ററിൽ എത്ര കാലം കിടക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഈ ശ്വാസകോശം വർക്ക് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ മസിലുകൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് നമുക്ക് വെൻറ്റിലേറ്റർ ഊരാൻ പറ്റില്ല. അങ്ങനെ ദീർഘ ചർച്ചകൾക്ക് ശേഷം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, എന്താണ് വെൻറ്റിലേറ്റർ ഊരാൻ. വെൻറ്റിലേറ്റർ ഊരുക എന്ന് പറയുന്ന അർത്ഥം അദ്ദേഹം മരിച്ചു പോകുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ച് ഡിനോമിനേഷനിൽപ്പെട്ടിട്ടുള്ള ഒരു ഫാദർ അവർ വിളിച്ചുകൊണ്ടിരിക്കും. ചെറുപ്പക്കാരൻ, ഞങ്ങളെല്ലാവരും ചുറ്റും നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെല്ലാവരും ചുറ്റും നിൽക്കുകയും അങ്ങനെ ഞങ്ങൾ വെൻറ്റിലേറ്റർ ഊരുകയും ചെയ്തപ്പോൾ പതുക്കെ അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതാവുകയും അദ്ദേഹത്തിൻ്റെ ECG ആദ്യം വേഗതയിൽ പോവുകയും പിന്നെ ECG അനുസരിച്ച് ഹാർട്ട് ബീറ്റ് മെല്ലെ കുറഞ്ഞു പോരുകയും അവസാനം ഒരു നമ്മൾ പറയുക ഫ്ലാറ്റ് ലൈനായി മാറുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അദ്ദേഹം ഞങ്ങളുടെ കൺമുമ്പിൽ മരിച്ചുപോയി. ഇന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മളങ്ങനെ അതിൻ്റെ ഒരുപാട് മെഡിക്കോ ലീഗൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അന്ന് ഇതിനൊന്നും മെഡിക്കൽ ലീഗൽ ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിച്ചിരുന്നില്ല. അപ്പോൾ മെഡിക്കോ ലീഗലായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയണം, നമ്മുടെ മുന്നിൽ സംസാരിക്കുന്ന 100% ബുദ്ധിയുള്ള, 100% ഉണർന്നിരിക്കുന്ന, 100% കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ മനസ്സിലായില്ലേ, നമ്മൾ യാതൊരു നിവൃത്തിയില്ലാതെ അന്നത്തെ ടെക്നോളജിയുടെ പ്രോബ്ലം കൊണ്ട് നമ്മൾ ആ പേഷ്യൻറ്റിനെ കണ്ടം ചെയ്യണമായിട്ടുള്ള ഓർമ്മ. അതേമാതിരി ഇപ്പോൾ വേറെ കഥയും കൂടെ ഞാൻ പറയാം. കാലത്ത് നമ്മൾ പറയാറുണ്ടല്ലോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അതേമാതിരി ഒരു പേഷ്യൻ്റ് ഗില്ലൻ ബാരി, അത് ഞരമ്പുകളെ ബാധിക്കുന്ന, ഞരമ്പുകൾ കുഴഞ്ഞു പോകുന്ന ഒരു രോഗമാണ്. അപ്പോൾ ആ കുഴഞ്ഞു പോകുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗമായിട്ട് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, ഇതിന് നമ്മുടെ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഡയാലിസിസ് അല്ല,
വേറെ തരത്തിലുള്ളൊരു ഡയാലിസിസ് ശൈലിയുണ്ട് ഇതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓസ്മോട്ടിക് ഡയാലിസിസ് ശൈലിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ലൈനുണ്ട്. അത് ഞാൻ തീരുമാനിക്കാനുള്ള കാരണം ഇതിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ള മരുന്നുണ്ട്. ആ മരുന്നിന് 1.5 ലക്ഷം രൂപ വരും ആ മരുന്നിന് അക്കാലത്ത്. അപ്പോൾ അത് കൊടുക്കാൻ അവർ ഇതിനൊരു 10,000-15,000 രൂപയേ ഉള്ളൂ എന്നുള്ള നിലക്ക് പ്ലാസ്മ ഫെരസിസ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. മനസ്സിലായില്ല, ഒരു ഡയാലിസിസ് മാതിരിയുള്ള രക്തത്തിലൂടെ ആ അണുക്കളെടുത്ത് കളയുന്ന ഒരു സിസ്റ്റമാണ് ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ട് സത്യത്തിൽ ഈ പെൺകുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചു. ആ പെൺകുട്ടി അവിടെ നടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ എനിക്കൊരു വക്കീൽ നോട്ടീസ് വരെയാണ്. എന്താണ് വക്കീൽ നോട്ടീസ് എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി നടന്നുപോയ പെൺകുട്ടി രണ്ടാമത് ആ പെൺകുട്ടിക്ക് ഇതേ കുഴച്ചിൽ വരികയും ബാംഗ്ലൂരിൽ ചെന്ന് ഇപ്പോൾ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ നിന്ന് അവർ പറഞ്ഞ് ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്താലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്ത് ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് താങ്കൾക്ക് ഈ തെറ്റായ ചികിത്സാ മുറയാണ് എടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോവുകയും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ജേർണൽസും അതുമായിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ ഹാജരാക്കുകയും ചെയ്തതിന് ശേഷം ഓഫ് കോഴ്സ് ആ കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് തന്നെ 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലൊക്കെ നമ്മൾ പെട്ട് കേസുകളൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ആമു സാഹിബിൻ്റെ ഭാര്യ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടു. അതേമാതിരി തന്നെ അവരും ഇതേമാതിരി തന്നെ കോമയിലായിരുന്നു, വെൻറ്റിലേറ്ററിലായിരുന്നു. ഒരുപാട് എൻ്റെ ഓർമ്മ ശേഷം 2 മാസമെങ്കിലും ഞങ്ങളുടെ കീഴിൽ വെൻറ്റിലേറ്ററിലായിരുന്നു. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഡോക്ടർ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 കൊല്ലം ഞാൻ എന്താ പറയുക, ഞങ്ങൾ സേവനമാണല്ലോ ഡോക്ടർമാരുടെയൊക്കെ സേവനമാണല്ലോ പക്ഷേ ഏതായാലും സേവനം എന്നൊക്കെ പറയുന്നത് ഞാൻ ചില കാര്യങ്ങളിലൊക്കെ നിർബന്ധം ഇതുള്ള ആളാണ്. ഉദാഹരണമായിട്ട് സ്കാനിങ്ങിന് കമ്മീഷൻ വാങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മരുന്നുകൾക്ക് കമ്മീഷൻ വാങ്ങുക, ലാബിന് കമ്മീഷൻ, ഇങ്ങനത്തെ പരിപാടിക്ക് എനിക്ക് വളരെ ധൈര്യപൂർവ്വം ഈ ചാനലിന് മുന്നിൽ നിന്ന് പറയാൻ പറ്റും. അതിനൊക്കെ എതിർത്തിട്ടുള്ള ആളാണ്. ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ പൊതുവെ ഇപ്പോൾ ഡോക്ടർമാരെ പറ്റിയിട്ടുള്ള പരാതി എന്താണെന്ന് വെച്ചാൽ, അനാവശ്യമായി ടെസ്റ്റിംഗ് ചെയ്യുന്നു, അനാവശ്യമായിട്ട് മരുന്നുകൾ എഴുതുന്നു ഒക്കെയുള്ള പരാതികളുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അനേകം 100 കണക്കിനുള്ള പേഷ്യൻറ്റുകളെ ഇങ്ങനെ ദിവസം പ്രതി ഞാൻ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തി എന്നുള്ള ആൾക്കാണ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു മടുപ്പ് വന്നു ഈ വിഷയത്തെ പറ്റിയിട്ട്. എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തുന്നു? ഒരുപാട് മൈഗ്രെയിൻ കണ്ടു, ഒരുപാട് അപസ്മാരം കണ്ടു, ഇതിലെന്താ ഇനി കാണാനുള്ളത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് ഞാൻ എത്തുകയാണ്. അപ്പോൾ നല്ല നല്ല കേസുകൾ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ. ഉദാഹരണം ഏറ്റവും രസകരമായ ഒരു കേസ് ഞാൻ പറയാൻ ആദരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരാൾ അയാളുടെ ഉമ്മാനെ കൂട്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞതെന്താ വെച്ചാൽ, ഉമ്മക്ക് നല്ല സ്വഭാവമാണ്, നല്ല ദീനിയാണ്, നല്ല ഇതാണ്, പക്ഷേ ഈ അടുത്ത കാലത്ത് ഏറ്റവും ചീത്ത സ്വഭാവം. ഞാൻ വെച്ചാൽ എന്താണ് ചീത്ത സ്വഭാവം? ഒന്നുമില്ല, അവർ വല്ലവരെ വീട്ടിൽ പോയാൽ അവരെന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ്. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, ഇതിപ്പോൾ എന്തിനാണ് അടിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ അത് ചപ്പും ചോറൊക്കെയാണ് അടിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ എന്തെങ്കിലും സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രോഗിയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ കുറച്ചൊരു പന്തികേട് തോന്നി ഈ പേഷ്യൻ്റെ എക്സാമിനേഷനിൽ. ഇത് നോർമലായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാനൊരു സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആണ് ബ്രെയിൻ്റെ ഒരു പ്രത്യേക ഏരിയയിൽ ഒരു ബ്രെയിൻ ട്യൂമർ. അപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമറുള്ള ഒരു രോഗി പ്രത്യക്ഷപ്പെടുന്നത് എന്തായിട്ടാണ്? മറ്റുള്ള വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്കാനിങ് എറ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ വെറും നമ്മുടെ പരിശോധന കൊണ്ട് മാത്രം കാര്യമായില്ല, ചിലപ്പോൾ ടെസ്റ്റിംഗ് ചെയ്തേ പറ്റൂ. ടെസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ ചില പ്രത്യേക അത്ഭുതകരമായിട്ടുള്ള ഡയഗ്നോസുകളിലൊക്കെ നമ്മൾ എത്തിപ്പെടും എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ അങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുണ്ട്. ഏതായാലും അങ്ങനെ കുറേ കൊല്ലങ്ങൾ നിന്ന് ഒരുപാട് ആശുപത്രികളിൽ ഞാൻ വർക്ക് ചെയ്തു. എനിക്കതിൽ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഡോക്ടർ ഫസൽ ഗഫൂർ അമിതമായി ഫീസ് വാങ്ങിച്ചെന്നോ അനാവശ്യ ടെസ്റ്റിംഗ് ചെയ്തെന്നോ അങ്ങനത്തെ ഉള്ള ഒരു പരാതിയൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതിനുശേഷമാണ് കേരളത്തിലെ കോൺഗ്രസ് UDF ഗവൺമെൻറ് സ്വയാശ്രയ പോളിസി അവതരിപ്പിച്ചത്. അപ്പോൾ ഈ സ്വയാശ്രയ പോളിസി അവതരിപ്പിച്ചപ്പോൾ കുറേ മെഡിക്കൽ കോളേജുകൾ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് 4-5 മെഡിക്കൽ കോളേജ് കൊടുക്കുകയുള്ളൂ. അത് അധികവർഷം കൊടുക്കാൻ പോകുന്നത് ഒന്ന് കത്തോലിക്ക സഭയ്ക്ക്, ഒന്ന് SNDPക്ക്, ഒന്ന് കേരളത്തിലെ കാര്യങ്ങളെല്ലാം വർഗീയമായിട്ടാണല്ലോ ചിന്തിക്കുന്നത്, ഒന്ന് NSSന് അങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്.
അങ്ങനെ അതിനെ പറ്റിയിട്ട് ചില ബാർഗനിങ്ങും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നടന്നു. അപ്പോൾ ചില ആൾക്കാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പരാതി പറഞ്ഞു. അങ്ങനെ ആ പരാതിയുടെ വെളിച്ചത്തിൽ ഞാൻ ശ്രീ എ.കെ. ആൻ്റണിയെ കണ്ടു. ഞാൻ പറഞ്ഞു, സാർ ഇത് ഒരു നല്ല രീതിയിലല്ല പോകുന്നത്, ഇതിൽ അഴിമതി കടന്നുകൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്, അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ന്യായപൂർവ്വം കൊടുക്കണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹം ഒരു പുതിയൊരു ഫോർമുല കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞ് ആർക്കും വേണമെന്ന് NOC കൊടുത്തേക്കാം, ബാക്കി കാര്യങ്ങൾ മെഡിക്കൽ കൗൺസിലും ഡെൻ്റൽ കൗൺസിലൊക്കെ തീരുമാനിച്ചോട്ടെ. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ആദ്യത്തിൽ തുടങ്ങിയത് എന്ന് പറയുന്നത് 6 കോളേജുകളാണ്. ആ കോളേജുകളിൽ 5 ക്രൈസ്തവ കോളേജുകളാണ്. അതായത് ജൂബിലി, അമല, കോലഞ്ചേരി, പുഷ്പഗിരി, CSI. ഈ 5 കോളേജ് ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആശുപത്രികളുള്ളതും ദീർഘകാല സർവീസുള്ളതുമാണ്. അവർക്ക് അവിടെ 25 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നത് കാരണം MCAയുടെ നിബന്ധനയാണ് 25 ഏക്കർ ഭൂമിയും 300 തൊട്ട് 500 ബെഡ് വരെയാണ്. അതവിടെ ഉള്ളത് കാരണം അവർക്കത് വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റി. അപ്പോഴാണ് ഞങ്ങൾ ഒരു മലബാറിൽ അപ്പോൾ ഒറ്റ മെഡിക്കൽ കോളേജും ഇല്ല. അങ്ങനെ MES ഒരു തീരുമാനം എടുത്തു. എന്തെന്ന്, അതായത് ഒരു മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങണം, അതിന് ഉള്ള അത് തുടങ്ങാനായിട്ട് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു എങ്ങനെയാണ് അത് തുടങ്ങേണ്ടത് നോക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് വെച്ചാൽ ഒരു റബ്ബർ തോട്ടം വാങ്ങിച്ചു. ഒരു 60 പെരിന്തൽമണ്ണക്കടുത്ത് ഒരു 62 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ച് ഒരു ആശുപത്രി അവിടെ കെട്ടിപ്പണിതു. 300 ബെഡിൻ്റെ ആശുപത്രി കെട്ടിപ്പണിതതിന് ശേഷം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇൻസ്പെക്ഷന് വിളിച്ചു. ആദ്യത്തെ കൊല്ലം അത് പരാജയപ്പെട്ടെങ്കിലും 2ാമത്തെ കൊല്ലം ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം കിട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഫ്രം സ്ക്രാച്ച് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് MES ആണ്. ഒരു തരിശുഭൂമി വാങ്ങിച്ച് അവിടെ ഹോസ്പിറ്റൽ കെട്ടി അതിൽ പേഷ്യൻസിനെ നിറച്ച് പിന്നെ ഡോക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്ത് മെഡിക്കൽ കൗൺസിൽ ഇൻസ്പെക്ഷൻ പാസ്സാക്കിയിട്ട് വന്നത് MES ആണ്. അങ്ങനെയാണ് MESൻ്റെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അതൊരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ആ മെഡിക്കൽ കോളേജ്. അവിടെ ഇപ്പോൾ ഏകദേശം 800 ബെഡ്സ് ഉണ്ട്, 800 ബെഡുണ്ട്. എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇൻക്ലൂഡിങ് കാർഡിയക് കാത്ത് ലാബ് അടക്കമുള്ള എല്ലാ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഡയാലിസിസ് സെൻറ്റേഴ്സ് ഉണ്ട്, എല്ലാ സെൻറ്ററും ഉണ്ട്. മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേഷന് 51 സീറ്റ് പോസ്റ്റ് ഗ്രാജുവേഷനിലുണ്ട്. അപ്പോൾ ഒരു വൻപിച്ച വിജയം ഫ്രം 0 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ ഞങ്ങൾക്ക് വലിയ ഇതുണ്ട്. ആ ഇത് തുടങ്ങുന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം സഹായം നൽകിയിരുന്നത് വ്യവസായ പ്രമുഖനായിട്ടുള്ള MA യൂസലി സാഹിബാണ്. അദ്ദേഹമാണ് ഇതിന് പ്രചോദനം. അദ്ദേഹം നല്ലൊരു തുകയും ഇതിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് MES മെഡിക്കൽ കോളേജിൻ്റെ ഉത്ഭവം. അപ്പോൾ ഞങ്ങളുടെ കണക്കുകൂട്ടലനുസരിച്ച് അവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള രോഗികൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറി. കാരണം അവിടെ OP ചാർജില്ല, IP ചാർജില്ല, അതേപോലെ തന്നെ സർജറിക്ക് ചാർജില്ല. അവിടെ ആകെ ചാർജ് വാങ്ങുന്നത് മരുന്നിനും ഇൻവെസ്റ്റിഗേഷനും മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി. ഏതായാലും ഉണ്ടാക്കിയത് പിന്നീട് വലിയ തലവേദനയായി മാറി. ആ തലവേദന വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂനപക്ഷങ്ങൾക്ക് 100 സീറ്റ് എടുക്കാം എന്നുള്ളൊരു വിധി കോടതിയുടെ വന്നു. 2-3 കോടതി കേസുകൾ ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ണികൃഷ്ണൻ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റിൽ 50% സീറ്റ് സർക്കാരിനും 50% മാനേജ്മെൻറ്റും എന്നാണ് തുടക്കമുണ്ടായത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ന്യൂനപക്ഷ സ്ഥാപനങ്ങളെല്ലാം കോടതി പോയതിൻ്റെ ഫലമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുകയും അതിൽ 100 സീറ്റ് എടുക്കുകയും ചെയ്യാം എന്നുള്ള വിധി വന്നു. ആ വിധി വന്നപ്പോൾ ബിഷപ്പ് മാർ പൗവത്തലിൻ്റെ നേതൃത്വത്തിലുള്ള KCBC ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് അവരും അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, അപ്പോഴത്തേക്കും ഗവൺമെൻറ് മാറി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നിരുന്നു, അവരായിട്ടുള്ള വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുന്ന സമയമായതുകൊണ്ട് അവർ ഒരു സീറ്റ് പോലും കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ട് യൂണിഫോം ഫീസ് ഫോർ ഓൾ സീറ്റ്സ് എന്ന തീരുമാനത്തിലോട്ട് നീങ്ങി. അതേസമയം MES ഞങ്ങളുടെ എന്തായിരുന്നു എന്ന് വെച്ചാൽ, കേരളത്തിൽ 6 മെഡിക്കൽ കോളേജ് വന്നത് 6 ന്യൂനപക്ഷങ്ങളുടെയാണ്. പിന്നെ കേരളത്തെ അതൊരു പോയിന്റ്. രണ്ടാമത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ 2 പ്രബല ന്യൂനപക്ഷങ്ങളും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഏകദേശം ഭൂരിപക്ഷ സമുദായത്തിന് തുല്യമായി. അതേസമയം വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിൽ വലിയ മുൻതൂക്കം ക്രൈസ്തവ സഭകൾക്കും സ്വയാശ്രയ മേഖലയിൽ വലിയ മുൻതൂക്കം മുസ്ലിം സമുദായത്തിനുമുണ്ട്. അപ്പോൾ കേരളത്തിലെ ഹൈന്ദവ സമുദായം പാർശ്വവൽക്കരിക്കപ്പെടും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് MES അതിലൊരു സ്റ്റാൻഡ് എടുത്ത് സാമൂഹ്യ നീതി കണക്കിലെടുത്തുകൊണ്ട് 50% സീറ്റ് സർക്കാരിന് കൊടുക്കണം എന്നുള്ള സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡിന് മുമ്പ് നമ്മളിത് പറയുമ്പോൾ, ഞങ്ങളൊക്കെ ഇത് പറയുമ്പോൾ പലപ്പോഴും ഇവർ ആരോപിക്കാറുണ്ട് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയാണ്. അതൊന്നുമല്ല. അതിന് സ്വല്പം മുമ്പ് MES ഓഫീസ് അതിക്രമിച്ച് കയറിയിരുന്നു SFIക്കാർ. അവരെന്നെ ഗരാവ് ചെയ്തു മണിക്കൂറോളം. അപ്പം ഞങ്ങളായിട്ട് ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. സുപ്രീം കോടതിയിൽ ഈ 50-50 ഇതിനെതിരായിട്ടുള്ള കേസ് ക്രൈസ്തവ സഭകൾ കൊടുത്ത കേസിൽ ഞങ്ങളും പങ്കാളികളാണ്. ഇന്നും ഞങ്ങൾ പങ്കാളികളാണ്. കാരണം ഈ 50-50 വന്നപ്പോൾ തന്നെ കേരള ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. 85% സീറ്റും
സർക്കാരിന് ഏറ്റെടുത്തുകൊണ്ടുള്ള നിയമം പാസ്സാക്കി. ആ നിയമത്തിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു. അത് സുപ്രീം കോടതിയിൽ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ എടുത്ത സമീപനം എന്താ വെച്ചാൽ, സാമൂഹ്യനീതി, പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തിലെ പാർശ്വവൽക്കപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അതായത് ഈഴവ നായരല്ലാത്ത ഒരു 8% വരുന്ന സമുദായങ്ങളും ബാക്കി SC/ST കേരളത്തിൽ ഒരു സ്ഥാപനം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ, പ്രബലമായിട്ടുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ, അവർക്ക് ഞാൻ പറയാം, ഇപ്പോൾ എയ്ഡഡ് മേഖലയിൽ 150 കോളേജുണ്ട് കേരളത്തിൽ. അതിൽ 75 കോളേജ് ക്രൈസ്തവ സമുദായത്തിൻ്റെ കീഴിലും ഏകദേശം 25 കോളേജ് മുസ്ലിം സമുദായത്തിൻ്റെ കീഴിലാണ്. ബാക്കിയുള്ള സെക്കുലർ ട്രസ്റ്റുകളൊക്കെ ഇഴിച്ചു കഴിഞ്ഞാൽ 40 കോളേജ് പോലും ഭൂരിപക്ഷ സമുദായത്തിന് ഇല്ല എന്നുള്ള വസ്തുത കണക്കിലെടുത്തുകൊണ്ട് ആണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സമീപനം എടുത്തത്. ആ സമീപനത്തിന് ഫലമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നെ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഞങ്ങൾ അസോസിയേഷൻ സ്പ്ലിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തോട്ട് വന്നു. എന്തായാലും ദീർഘകാലം ഈ 50-50 ഫോർമുല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 50% വിദ്യാർത്ഥികൾക്ക് സർക്കാരിന് തതുല്യമായിട്ടുള്ള ഫീസ് എന്നുള്ള, സർക്കാർ കോളേജിന് തുല്യമായിട്ടുള്ള ഏകദേശം കുറച്ച് കൂടുതലുള്ള ഫീസ് എന്നുള്ള ഫോർമുലയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് ഞങ്ങൾ MES ആവശ്യപ്പെട്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 50% സർക്കാരിന് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരൊക്കെ വലിയ ഫീസിന് പഠിക്കുന്നു, സർക്കാർ അയക്കുന്ന കുട്ടികൾ ചെറിയ ഫീസിന് പഠിക്കുന്നു. അപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് സർക്കാരിന് കൊടുക്കുന്ന 50 സീറ്റിൽ 15 സീറ്റെങ്കിലും കോളേജ് നടത്തുന്ന സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് സർക്കാർ കൊടുക്കണം എന്നൊരു നിബന്ധന ഞങ്ങൾ വെച്ചു, സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട്. അത് സർക്കാർ അംഗീകരിച്ചു. അതാണ് ഇന്നും കേരളത്തിൽ നിലവിൽ നിൽക്കുന്ന ഫോർമുല. അപ്പോൾ സ്വയാശ്രയം എന്ന സംഭവം കേരളത്തിൽ വന്നോട് കൂടിയിട്ട് ഞാൻ പറയുന്ന അതിനെ സ്വയാശ്രയ ഭൂതത്തഴിച്ചു വിട്ടു. നിർഭാഗ്യവശാൽ സർക്കാർ യാതൊരു തരത്തിലുള്ള സ്റ്റഡിയും പഠനവും നടത്താതെ, ഇതിൻ്റെ ആവശ്യകത ഒന്നും കണക്കിലെടുക്കാതെ തോന്നിയ വിധത്തിൽ സ്ഥാപനങ്ങൾ വാരിക്കുവരി കൊടുത്തുകൊണ്ട് ഇന്ന് സ്വാശ്രയ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൈസിസ് നിലനിൽക്കുകയാണ്. എന്താണ് ഈ ക്രൈസിസ്? 130-140 എഞ്ചിനീയറിംഗ് കോളേജ്. കഴിഞ്ഞ കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വേക്കൻ്റായിട്ട് കിടന്ന സീറ്റുകളുടെ എണ്ണം 35,000. അതേമാതിരി തന്നെ 21 ഡെൻ്റൽ കോളേജ്. എല്ലാ ഡെൻ്റൽ കോളേജിലും കഴിഞ്ഞ കൊല്ലം സീറ്റ് വേക്കൻ്റായിരുന്നു. അതേ സ്ഥിതി തന്നെയാണ് 100-ലധികം നഴ്സിംഗ് കോളേജ്, B.Ed കോളേജ്. ഇവിടെയെല്ലാം ഇന്ന് വിദ്യാർത്ഥി ഹണ്ടിങ്, സ്റ്റുഡൻറ്റ് ഹണ്ടിങ് എന്നുള്ള സിറ്റുവേഷനാണ് ഇവിടെ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾ ചില പ്രത്യേക ബ്രാഞ്ചസിൽ മാത്രമേ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണം, B.Techന് അവർ സിവിലിനോ മെക്കാനിക്കലിനോ പഠിക്കുന്നു. അതേസമയം IT-ക്കോ കമ്പ്യൂട്ടർ സയൻസസിനോ ആരുമില്ല. അപ്പോൾ ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ മൊത്തം നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ളവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 15,000 കോടിയിലധികം. അത് കണക്കാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് ഇപ്പോൾ 140 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഫുൾ ഫ്ലെജ്ഡ് എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോൾ ഒരു 50 crores ഏറ്റവും ചുരുങ്ങി നമ്മൾ കൂട്ടിയാൽ അപ്പോൾ തന്നെ 700 കോടിയായി. ബാക്കി 24 മെഡിക്കൽ കോളേജിന് 1,200 കോടിയായി. അപ്പോൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഒരു 2,000-നും 3,000-നും ഇടയിൽ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. ആ നടത്തിയത് വലിയൊരു നഷ്ടത്തിലാവാൻ പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതേമാതിരി തന്നെ ഈ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ടും ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്താണ് ഈ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡേർഡ്, ഈ സ്ഥാപനങ്ങൾ എങ്ങോട്ടേക്കാണ്, എന്താണ് അവിടുത്തെ പാസ് റേറ്റ്. ഉദാഹരണം, എഞ്ചിനീയറിംഗിൻ്റെ പാസ് റേറ്റ് 10% പോലും ഇല്ല അധികം കോളേജുകളിലും. അതുമാത്രമല്ല, വിദ്യാർത്ഥികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മെറിറ്റ് കുറച്ചുകൊണ്ടിരിക്കും. ഇപ്പം 45% മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ ഒക്കെ പഠിക്കാൻ പറ്റിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ സ്വയാശ്രയ പോളിസി ഒരു ഭയങ്കര ഫെയിലിയറാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മെറിറ്റില്ലാത്ത അനവധി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്നു, പണക്കാർക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുള്ള വശം മൊത്തത്തിൽ ഈ സ്ഥാപനങ്ങളിൽ മെറിറ്റ് ഇല്ലാതാവുകയും ക്വാളിറ്റി കൺട്രോൾ ഇല്ല, എഡ്യൂക്കേഷനിലൊരു ക്വാളിറ്റി കൺട്രോൾ ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ സ്ഥാപനങ്ങൾ നൽകുമ്പോൾ ആലോചിച്ചിട്ട് വേണം, അതിന് ആവശ്യത ഉണ്ടോ എന്നാലോചിച്ചിട്ട് വേണം. അല്ലാതെ വെറുതെ ആൾക്കാരെ കുഴിയിൽ ചാടിക്കരുത്. ഇതിപ്പോൾ സർക്കാരെന്ന് പറയുമ്പോൾ UDF അല്ല, LDF ഗവൺമെൻറ് കാലഘട്ടത്തിലും അനവധി എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് NOC എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു, അവരെല്ലാവരും സ്ഥാപനങ്ങളാണ്. അതേമാതിരി തന്നെ ഈ കച്ചവടക്കാരും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ സാധാരണ കച്ചവടം ചെയ്യണ മാതിരിയല്ല ഇത്. ഇവിടെ ഒരുപാട് നിബന്ധനകളുണ്ട്. ഇവിടെ കൗൺസിൽ, മെഡിക്കൽ കൗൺസിലിൻ്റെ, AICTയുടെ, യൂണിവേഴ്സിറ്റികളുടെ, സർക്കാരിൻ്റെ ഒക്കെ നിബന്ധന. അപ്പോൾ തോന്നിയ വിധത്തിൽ നമുക്ക് കച്ചവടം ചെയ്യാം എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു ധാരണയും പാടില്ല. ഏതായാലും കേരളത്തിലെ സ്വയാശ്രയ മേഖല എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് MES. കാരണം MESന് 23 സ്വയാശ്രയ കോളേജുകളുണ്ട്, ആർട്സ്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിസിൻ തുടങ്ങിയ. അപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം കെട്ടിപ്പടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തി എന്നുള്ള നിലക്ക്
ഇത് ഇന്നിപ്പോൾ ഒരു കാര്യം, ഒരു സംശയം നമുക്ക് വേണ്ട, ഇത് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വാട്ട് ക്യാൻ ബി സാൽവേജ് ഫ്രം ദിസ് എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ.